പ്രതിഷേധവുമായി വന്ന സംഘടനകളുടെ പ്രതിനിധികളെ ചർച്ചയ്ക്കായി ബാങ്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതായത് ബാങ്ക് അധികൃതർ എത്തി, അപ്പോൾ പ്രതിഷേധം ഇവരെ അറിയിച്ചു, നേരിട്ട് തന്നെ അറിയിച്ചു. അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു എന്നതാണ്. നമ്മളിപ്പം യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ചേരുന്നത്. നിങ്ങൾ ബാങ്കുകാരുമായി സംസാരിച്ചല്ലോ അല്ലേ? അവർ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു? അവരുടെ മറുപടി എന്തായിരുന്നു? ഞങ്ങൾ ബാങ്കിൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ EMI അവർക്ക് തിരിച്ചു കൊടുക്കുക. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾഡ് മാത്രമല്ല, ബാങ്കിൽ നിന്ന് നമ്മളെ വീട് വായ്പ, ഗോൾഡ് ലോൺ, അങ്ങനെ പല ആവശ്യങ്ങൾക്കുമായിട്ട് അവരെടുത്ത പൈസകൾ പല രീതികളിലായിട്ടാണ് പിടിക്കുന്നത്. ആ പിടിക്കുന്ന മുഴുവൻ തുകകളും അവരുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ നിർബന്ധമായിട്ട് തിരിച്ചു നൽകുക. ഈ ഒരു തിരിച്ചു നൽകിയെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി തരിക. അങ്ങനെ എഴുതി തന്നാൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം അവസാനിച്ചു പോവുകയുള്ളൂ. സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വങ്ങൾ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ചൂരന്മലയിലെയും പുത്തുമലയിലെ ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു നിലപാടാണ് ഗവൺമെന്റും ബാങ്കും തീരുമാനിക്കുന്നതെങ്കിൽ ശക്തമായിക്കൊണ്ട് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അതിലൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ലീഡർമാരെല്ലാവരും ഇവിടെ എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ സമരം വളരെ ശക്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ പൈസ പിടിച്ചു എന്നാണ് മാനേജർ പറഞ്ഞത്. മാനേജർ പറയുന്നത് അവരുടെ ഓൺലൈൻ പ്രോസസ്സാണ്. പക്ഷേ ആ ഓൺലൈൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വയനാട് ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ്. കാരണം ജില്ല എത്ര വലിയ ദുരന്തത്തിലാണ്, ആ ഏരിയയിലെ ആൾക്കാർ ദുരന്തത്തിലാണെന്നുള്ളത്. ആ തീരുമാനം ഇവർ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിന് വേണ്ട നടപടി അവർ ആദ്യം സ്വീകരിക്കേണ്ടിയിരുന്നു. അത് ഗവൺമെന്റിന്റെയും ഈ ബാങ്കുകളുടെയും വലിയ വീഴ്ചയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കാണുന്നത്. എന്തായാലും ബാങ്ക് അധികൃതരുമായി ഇവർ സംസാരിച്ചു എന്നത് തന്നെയാണ്. ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ബാങ്കിന്റെ മാനേജർ സ്ഥലത്തേക്ക് വന്നത്. സാങ്കേതികത്വമോ അല്ലെങ്കിൽ നൂലാമാലകളോ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒഴിയാൻ കഴിയില്ല. കാരണം ഈ സംഭവം എല്ലാ ബാങ്കുകൾക്കും ഒരു മെസ്സേജായി ഇത് മാറേണ്ടതാണ്. കാരണം ഈ സമയത്താണ് നമ്മൾ അവരെ കൈത്താങ്ങേണ്ടത്, അവർക്കൊരു കൈത്താങ്ങ് നൽകേണ്ടത്. അപ്പോൾ തീർച്ചയായും പ്രതിഷേധം ഉയരും. എന്തായാലും അടുത്ത നിമിഷങ്ങളിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഈ സംഭവത്തിൽ അവർക്ക് നൽകാനുള്ള വിശദീകരണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താം.